എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. കല്യാണ സദ്യക്കൊക്കെ നമുക്ക് ലഭിക്കുന്ന അധികം കയ്പില്ലാത്ത ചെറിയ മധുരത്തോട് കൂടിയ അച്ചാറില്ലേ, ആ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. തയ്യാറാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഇൻസ്റ്റൻ്റായി കഴിക്കാൻ പറ്റുന്ന സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ ഒരു ചെറിയ ടിപ്പ് മാത്രം ഫോളോ ചെയ്താൽ നിങ്ങളുടെ ചെറുനാരങ്ങ അച്ചാറും കിടലനായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച്, കോക്കനട്ട് ഓയിലല്ല എണ്ണ ഒഴിച്ച് ഈ വലുപ്പത്തിലുള്ള കായം ചൂടാക്കി പൊടിച്ച് മാറ്റി വെക്കുക. ശേഷം നന്നായിട്ട് വെള്ളത്തിലിട്ട് കേകി തുടച്ച് മാറ്റി വെച്ച 18 ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ അച്ചാറിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്കൊരു 50 മില്ലി എണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ഈ മാറ്റി വെച്ച ചെറുനാരങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റോളം 10 to 15 മിനിറ്റോളം നമുക്ക് ആ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. അതായത് വഴറ്റിയെടുക്കണം, കരിഞ്ഞു പോവാതെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചെറുനാരങ്ങ അച്ചാർ പോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുക. ഇങ്ങനെ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെറുനാരങ്ങ വാടിക്കിട്ടും. ചെറുനാരങ്ങയുടെ തൊലിയുടെ കട്ടിയൊക്കെ കുറഞ്ഞ് സോഫ്റ്റായി കിട്ടും. ഇത് എങ്ങനെയാണ് വാങ്ങാനായതെന്ന് മനസ്സിലാക്കുക വെച്ചാൽ നമുക്ക് നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് തൊലി വിണ്ട് കീറിയിട്ടുണ്ടാവും. ആ പരുവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിക്കേ, ചെറുനാരങ്ങയിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു വിള്ളൽ കാണുന്നില്ലേ? ഈ പാകമാകുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്നും വാങ്ങി മാറ്റി വയ്ക്കാം. എന്നിട്ടിത് ചൂട് തണിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാനുള്ളത്. ഇനി നന്നായി ചൂട് തണിഞ്ഞ ശേഷം ചെറുനാരങ്ങ നമുക്ക് മുറിക്കാൻ തുടങ്ങാം കേട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ ഫുള്ളായിട്ടിട്ട് മൂപ്പിച്ചത് കൊണ്ട് തന്നെ ചെറുനാരങ്ങ വേഗം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്, മുറിഞ്ഞ് കിട്ടുന്നുണ്ട്, നന്നായിട്ട് വാടി കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുനാരങ്ങ ഫുള്ളായിട്ട് മുറിച്ചിട്ട ശേഷം കാണാം കേട്ടോ. എനിക്ക് ഇത്രയും അളവാണ് കിട്ടിയത്. ഇനി അച്ചാർ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് നമുക്ക് കൺവീനിയൻ്റ് ആയ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. 3.5 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് കറക്റ്റ് അളവാണ് കേട്ടോ. ഞങ്ങൾ 3.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ശേഷം പൊടിച്ച് മാറ്റി വെച്ച കായപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം 1 ടീസ്പൂൺ നിറച്ചും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. ഇനി 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതും 4 ടീസ്പൂൺ നിറച്ചും എടുക്കണേ. ഇനി നമുക്ക് ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കല്ലുപ്പാണ് ഇതിലിട്ടത്. അപ്പോൾ അത് നന്നായിട്ട് ഇതിൽ മിക്സായിട്ട് ചെറുനാരങ്ങയിൽ പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 1/2 മണിക്കൂർ ഇട്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷം ആണ് ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള ബാക്കി പണികളുള്ളത്. അന്നപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം. ഇനി അച്ചാറിന് കയ്പില്ലാതാക്കാനുള്ള ഒരു ടിപ്പ് വേണ്ടേ? അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. 50 അല്ലി വെളുത്തുള്ളിയും 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ പരുവത്തിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ശേഷം നമുക്കിത് ചെറുനാരങ്ങേൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചെറുനാരങ്ങ മൂപ്പിച്ച് മാറ്റി വെച്ച സമയത്ത് അതിൽ ബാലൻസ് വന്ന എണ്ണ ഉണ്ടായിരുന്നില്ലേ, അതും കൂടി ഈ മിക്സിയിലേക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വിനാഗിരി കൂടുതൽ ആഡ് ചെയ്യേണ്ട, കാരണം പുളി കൂടാൻ സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് അച്ചാർ വറവിലാക്കാം. അതിനു വേണ്ടി ഈ വലുപ്പത്തിലുള്ള 3 പച്ചമുളകും 2 സ്പൂൺ ഇഞ്ചിയും ഞാൻ ഇതേ പാകത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ വീണ്ടും കത്തിച്ച് പാൻ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 60 മില്ലി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെ ചെറുനാരങ്ങ മൂപ്പിച്ചെടുത്ത ചീനച്ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഈ കളറ് വരുന്നത്. എണ്ണ നന്നായി ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക്, ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളകും ഇഞ്ചിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ചെറുനാരങ്ങയുടെ മിക്സ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റോളം വേവിച്ചാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് അത് സെറ്റാവാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് എപ്പോഴാണോ സെർവ് ചെയ്യേണ്ടത് ആ ടൈം നമുക്കിത് ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും എല്ലാം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോഴേ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്ത സാധനങ്ങളെല്ലാം പാകത്തിനായി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു മധുരവും ഉണ്ട്, അധികം പുളിയുമില്ല, കയ്പും തീരും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് ഈ അച്ചാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റി ഒഴിച്ചു വെക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയായ നാരങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്താൽ നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടും.